ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 12-ാമത്തെ വാക്യം വരെ നാം പഠിക്കുകയുണ്ടായി. 13 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് ഇന്ന് ധ്യാനിക്കുവാനായിട്ട് സമയമെടുക്കാം. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ ആദ്യം മുതൽ, ഇവിടെ ആദ്യം മുതൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നു മുതലാണ് എന്ന് ചോദിച്ചാൽ, ആദി എന്ന് പറയുമ്പോൾ അത് നിത്യത എന്ന് അതിനെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതല്ല എങ്കിൽ ഇവരുടെ അടുക്കൽ സുവിശേഷം പറഞ്ഞ് ഇവരോട് സുവിശേഷം പറഞ്ഞതായിട്ടുള്ള ആ ഒരു സമയം, ഇവർ വിശ്വാസത്തിലേക്ക് വന്നതായിട്ടുള്ള ആ കാലം എന്ന് ഈ രണ്ട് രീതിയിലും അതിനെ ചിന്തിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പ്രയോഗമുള്ളതുകൊണ്ട് ഇത് ആദിയിൽ, പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ആ ആദിയിൽ ആണ് എന്ന് ചിന്തിക്കുന്നതാണ് കൂടുതൽ ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾക്ക് ചേരുന്നത്. ദൈവം ആരൊക്കെ, ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ആരെല്ലാം വിശ്വസിക്കുമെന്നും ആരെല്ലാം ദൈവവഴിയിൽ വരും എന്നും ഉള്ളതായിട്ടുള്ള വിവരങ്ങൾ ദൈവത്തിന് തന്റെ സർവജ്ഞാനത്തിൽ അറിയാമായിരുന്നു. അതുകൊണ്ട് അത് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അറിയാമായിരുന്നു. അപ്പോൾ ഈ നിത്യതയുടെ കാഴ്ചപ്പാടിൽ, വെളിച്ചത്തിൽ അല്ലെങ്കിൽ തലത്തിലാണ് ഈ ഒരു വാക്യത്തെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആദിയിൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. മനുഷ്യന്റെ രക്ഷയെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സത്യത്തിന്റെ വിശ്വാസം. ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം നാം പഠിച്ചപ്പോൾ ഈ സത്യത്തിൽ വിശ്വസിക്കാതെ, അല്ലെങ്കിൽ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാതെ, അല്ലെങ്കിൽ സത്യത്തെ വിശ്വസിക്കാതെ, ഈ രണ്ട് കാര്യങ്ങളും 10-11 വാക്യങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി. 10-ാമത്തെ വാക്യത്തിൽ അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ എന്നും, 11-ാമത്തെ വാക്യത്തിൽ സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് എന്നും നമ്മൾ കാണുന്നു. എന്നാൽ ഈ വാക്യത്തിൽ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ തെസ്സലോനിക്കയിലെ വിശ്വാസികളെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളെ സത്യത്തിന്റെ വിശ്വാസത്തിലും അതുപോലെ തന്നെ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും. ഇവിടെ ആത്മാവിന്റെ വിശുദ്ധീകരണം എന്ന് എഴുതിയിരിക്കുന്നത് അത്ര വ്യക്തമല്ല. നമ്മൾ വായിച്ചു പോകുമ്പോൾ നമ്മളിലേക്ക് വരുവാൻ സാധ്യതയുള്ളൊരു ചിന്ത എന്ന് പറയുന്നത് നമ്മളുടെ ആത്മാവിന്റെ വിശുദ്ധീകരണം എന്നാണ്. എന്നാൽ അത് അങ്ങനെയല്ല അവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. ആത്മാവിനാൽ നമ്മളിൽ ചെയ്യുന്നതായിട്ടുള്ള വിശുദ്ധീകരണം എന്നുള്ള കാര്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്ന വിശുദ്ധീകരണം. അപ്പോൾ ഒരു മനുഷ്യന്റെ രക്ഷയ്ക്കുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സത്യത്തിലുള്ള ആ മനുഷ്യന്റെ വിശ്വാസം, സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുക അല്ലെങ്കിൽ സത്യത്തെ വിശ്വസിക്കുക എന്നുള്ളതും, അതിനുശേഷം ആ പരിശുദ്ധാത്മാവ് അവരിൽ ചെയ്യുന്നതായിട്ടുള്ള വിശുദ്ധീകരണവും, ഇതിനാലാണ് രക്ഷ എന്നുള്ളത് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് കണക്കാക്കുവാനായിട്ട് സാധിക്കും. സമാനമായിട്ടുള്ള വാക്യമാണ് നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലും അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ വായിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. അപ്പോൾ വിശുദ്ധീകരണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തില് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതായ ഒരു കാര്യമാണ്. പലപ്പോഴും രക്ഷിക്കപ്പെട്ടതിന് ശേഷം അങ്ങനെ ഓരോരുത്തരും അവരവരുടെ സൗകര്യത്തിന് ജീവിക്കുക എന്നുള്ളതായ ഒരു കാഴ്ചപ്പാടാണ് പൊതുവെ ലോകത്തിലുള്ളത്. രക്ഷിക്കപ്പെട്ടല്ലോ, ഇനിയിപ്പോ ഒന്നും പ്രശ്നമില്ല എന്നുള്ളതായ ഒരു ചിന്താഗതിയാണ് ലോകത്തിൽ വളരെ വ്യാപകമായിട്ടുള്ളത്. രക്ഷയ്ക്ക് ഒന്നും സംഭവിക്കുകയില്ല എന്നും. പക്ഷെ ഈ ആത്മാവിനാലുള്ള വിശുദ്ധീകരണത്തെ കുറിച്ച് ആളുകൾ അത്ര വലിയ പ്രാധാന്യം ഇന്ന് ക്രിസ്തീയ ലോകത്ത് കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ സത്യത്തിന്റെ വിശ്വാസവും ആത്മാവിന്റെ വിശുദ്ധീകരണവും. ഈ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വമാണ് എന്ന് നമുക്ക് ഇതിനു മുമ്പ് പഠിച്ചതായിട്ടുള്ള 2 ക്ലാസ്സുകളിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സത്യത്തെ സ്നേഹിക്കുകയും സത്യത്തെ വിശ്വസിക്കുകയും സത്യത്തെ സ്നേഹിച്ചത് കൈക്കൊള്ളുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആ സത്യത്തെ സ്നേഹിക്കുകയും അത് കൈക്കൊള്ളുകയും ചെയ്യുക മാത്രമല്ല, തുടർന്നുള്ളതായ വാക്യത്തിൽ 15-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവേൻ. അപ്പോൾ സത്യത്തെ സ്നേഹിച്ചു, സത്യത്തെ കൈക്കൊണ്ടു, സത്യത്തെ വിശ്വസിച്ചു. അതുകൊണ്ട് അവിടെ അവസാനിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആകയാൽ എന്ന് പറഞ്ഞുകൊണ്ട് 15-ാമത്തെ വാക്യത്തിൽ പറയാം, നിങ്ങൾ ഉറച്ചു നിന്ന്. നിങ്ങൾ ഏത് സത്യത്തെയാണോ സ്നേഹിച്ച് കൈക്കൊണ്ടത് ആ സത്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. പിന്നെ ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവേൻ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമുള്ളതായ രക്ഷ, ആ രക്ഷയുടെ മാർഗം അതാണ് സത്യത്തെ സ്നേഹിച്ച് രക്ഷയ്ക്കായി നമ്മൾ എടുത്തു വെക്കുന്നതായിട്ടുള്ള ആദ്യത്തെ ചവിട്ടുപടി, ആദ്യത്തെ പടി എന്ന് പറയുന്നത്. എന്നാൽ അതിനുശേഷം വാക്കിനാലും ലേഖനത്താലും ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവേൻ. ആ പ്രമാണങ്ങളെ, വാക്കിനാലും ലേഖനത്താലും ഉപദേശിച്ചു തന്നതായുള്ള പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നതിലൂടെയാണ് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത് ആ പ്രമാണങ്ങളെ നാം മുറുകെ പിടിക്കുമ്പോഴാണ്. ആ വിശ്വാസത്തിൽ നിലനിൽക്കുക, അല്ലെങ്കിൽ ഉറച്ചു നിൽക്കുക, സത്യത്തിൽ ഉറച്ചു നിൽക്കുക, അതിനുശേഷം പ്രമാണങ്ങളെ മുറുകെ പിടിക്കുകയും ചെയ്യുമ്പോൾ ദൈവാത്മാവ് നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മളുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, സഭാജീവിതം അല്ലെങ്കിൽ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അത് അങ്ങനെ തനിയെ നമ്മളുടെ ഒരു പങ്കുമില്ലാതെ അത് തനിയെ നടക്കുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളുടെ സഹകരണം, നമ്മളുടെ ഒരു വ്യവസ്ഥകളില്ലാത്ത സമർപ്പണത്തിലൂടെ നമ്മുടെ ദൈവത്തോടുള്ള സഹകരണം നമ്മളുടെ വിശുദ്ധീകരണത്തിന് ഏറെ ആവശ്യമാണ്. അതില്ലാതെ നമ്മുടെ നമ്മുടെ ഇച്ഛാശക്തിയെ ദൈവം ഇല്ലാതാക്കുന്നില്ല. നമുക്ക് ഉറച്ചു നിൽക്കുവാനും അല്ല നമ്മൾ സ്വീകരിച്ച വിശ്വാസത്തെ തള്ളിക്കളയാനും ഒക്കെ ഉള്ള അവസ്ഥ നമുക്ക് ഉണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ടാണ് ഉറച്ചു നിൽക്കണം എന്ന് പറയുന്നത്, മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ മനുഷ്യൻ വെറും ഒരു റോബോട്ട് പോലെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പോലെ മാത്രമേ ഉള്ളൂ. ദൈവം എന്തെങ്കിലുമൊക്കെ ആജ്ഞാപിക്കുന്നതിനനുസരിച്ച് സ്വതന്ത്ര ഇച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു റോബോട്ട് പോലെ മാത്രമേ മനുഷ്യൻ തിരികെയുള്ളൂ. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സാദൃശ്യത്തിന്റെയും സ്വരൂപത്തിന്റെയും പ്രത്യേകത തന്നെയാണ് മനുഷ്യന്റെ സ്വതന്ത്ര ഇച്ഛ എന്ന് പറയുന്നത്. ആ സ്വതന്ത്ര ഇച്ഛ മനുഷ്യനിൽ ഇല്ലാതെയായി എന്ന് പറഞ്ഞാൽ, അവന് സ്വതന്ത്ര ഇച്ഛ ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും അവനില്ലാതെയായി എന്ന് പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് സ്വതന്ത്ര ഇച്ഛയെക്കുറിച്ച് യാതൊരു സംശയവും നമുക്ക് ഉണ്ടാകുവാനായിട്ട് പാടില്ല. ബൈബിളിൽ ഇവിടെ സത്യത്തെ സ്നേഹിക്കുവാനും അത് കൈക്കൊള്ളുവാനും അതിൽ വിശ്വസിക്കുവാനുമുള്ള ഉത്തരവാദിത്വം മനുഷ്യന്റെ ഭാഗത്താണ്. അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ആണ് സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേൾക്കുകയും പഠിക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ ആത്മാവിന്റെ വിശുദ്ധീകരണം, ആത്മാവിനാലുള്ള വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നാം സത്യത്തിൽ നിലനിൽക്കുകയും സത്യത്തെ മുറുകെ പിടിക്കുകയും അതുപോലെ തന്നെ ദൈവജനത്തിൽ നിന്ന് നാം ദിനംതോറും കേൾക്കുന്നതായിട്ടുള്ള പ്രമാണങ്ങളെ കൈക്കൊള്ളുകയും അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്യുമ്പോഴാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. പലപ്പോഴും ആളുകൾ അവരുടെ വിശ്വാസ ജീവിതത്തെ, ക്രിസ്തീയ ജീവിതത്തെ അവര് കണക്കാക്കുന്നത് ഒരു വിവാഹത്തോട് നാം തുലനം ചെയ്താൽ ഒരു സ്ത്രീയും പുരുഷനും അവര് ഒരു ഉടമ്പടിയിലൂടെ അവര് വിവാഹിതരാകുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും അവരവരുടെ വീടുകളിലേക്ക് പോയി അവരവരുടെ ജീവിതം നയിക്കുന്നു. എന്നാൽ അത് ഒരു വിവാഹ ജീവിതമല്ല എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ നാം ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ ഏകപക്ഷീയമായിട്ട് സമർപ്പിച്ച് നാം ഒരു തീരുമാനം
നമ്മുടെ രക്ഷയുടെ അല്ലെങ്കിൽ വീണ്ടും ജനനത്തിന്റെ സമയത്ത് നാം എടുക്കുന്നു. ദൈവത്തിന് നമ്മെ തന്നെ സമ്പൂർണമായിട്ട് നാം സമർപ്പിക്കുന്നു. അതിനുശേഷം ദൈവം നമ്മിൽ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾക്കും പ്രമാണങ്ങൾക്കും നാം വിധേയപ്പെടാതെ നാം നമ്മുടെ വഴിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ അത് ഒരു വിശ്വാസ ജീവിതമല്ല, അതൊരു ക്രിസ്തീയ ജീവിതമല്ല. നമ്മുടെ വീണ്ടും ജനനം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ്. അതൊരു തുടക്കം മാത്രമാണ്, അതൊരു ആരംഭം മാത്രമാണ്. ആരംഭിച്ചെടുത്ത് നിർത്തിയിട്ട് ഞാനെല്ലാം നേടിയെന്നോ അല്ലെങ്കിൽ അവസാനിച്ചു എന്നോ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്നോ പറയുന്നത് എത്രയോ അർത്ഥശൂന്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആരംഭിക്കുമ്പോൾ അത് അവസാനമാകുന്നില്ല എന്നുള്ളതും നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതൊരു തുടക്കം മാത്രമാണ്, ആരംഭം മാത്രമാണ്. അത് ദൈവത്തോടു കൂടെയുള്ള ജീവിതമാണ്, ദൈവത്തിൽ ഉള്ള ജീവിതമാണ്, ദൈവം നമ്മിൽ വസിച്ചുള്ളൊരു ജീവിതമാണ്. നാം മരിച്ച് നമുക്ക് വേണ്ടി ജീവിക്കാതെ, നമ്മുടെ ജീവനെ സ്നേഹിക്കാതെ, നമ്മുടെ ജീവനെ നേടുവാതെ കർത്താവിനായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് പിന്നീടുള്ളതായിട്ടുള്ള ജീവിതം. അല്ലാതെ നമ്മുടെ സൗകര്യത്തിനും താല്പര്യത്തിനും അനുസരിച്ച് ജീവിക്കുന്നതായിട്ടുള്ള ജീവിതമല്ല. അങ്ങനെ ജീവിക്കുന്നതിനെ കുറിച്ച് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുവാനായിട്ട് കഴിയുന്നത്. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയം എന്നാണല്ലോ നാം വായിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അത് കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകുന്നിടത്തോളം കാലം കർത്താവിൽ വസിച്ചുകൊണ്ട് അവന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് അതിന്റെ കാര്യം. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ ഇതിനു മുമ്പ് വായിച്ചല്ലോ. 13-ാമത്തെ വാക്യത്തിൽ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു എന്ന് നാം വായിച്ചു. ദൈവം തിരഞ്ഞെടുത്തത് ദൈവേഷ്ടം ചെയ്യുവാനായിട്ടാണ്, ദൈവത്തോടുകൂടെ വസിക്കുവാനായിട്ടാണ്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടാണ്. അതല്ലാതെ നമ്മളുടെ വഴിക്ക് പോകുവാനോ നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടോ അല്ല. ആ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിത്യതയുടെ വെളിച്ചത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടൊരു വാക്കാണ് എന്ന് നമുക്ക് അറിയാമല്ലോ. 14-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പോൾ എന്തിനാണ് കർത്താവ് നമ്മെ രക്ഷിച്ചത് അല്ലെങ്കിൽ രക്ഷയ്ക്കായിട്ട് വിളിച്ചത് എന്ന് ചോദിച്ചാൽ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാനായിട്ടാണ്. അല്ലാതെ കേവലം നമുക്ക് എന്തെങ്കിലും ഭൗതികമായ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ തരിക എന്നുള്ളതല്ല. മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാൻ, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ എന്നുള്ള പ്രയോഗമാണ് നമുക്ക് കാണുന്നത്. ഇത് രണ്ടും ഒരേ കാര്യത്തെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷാ ശൈലിയിൽ അല്ലെങ്കിൽ വാക്കുകളിൽ എഴുതിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അവന്റെ മഹത്വം പ്രാപിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നടക്കുന്നതായിട്ടൊരു കാര്യമല്ല. എന്നാൽ ഈ ലോകത്തിൽ ആത്മാവിനാലുള്ള വിശുദ്ധീകരണത്തിൽ നാം മുമ്പോട്ട് പോകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അങ്ങനെ ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ മരണത്തിങ്കൽ കർത്താവിന്റെ മഹത്വം പ്രാപിക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ നമ്മുടെ മരണത്തിങ്കൽ അല്ലെങ്കിൽ നമ്മുടെ ഉയർപ്പിൽ കർത്താവിന്റെ ആ തേജസ്സേറിയ ശരീരത്തിനോട് അനുരൂപമായിരിക്കുന്ന ശരീരത്തോടു കൂടി നാം ഉയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ മഹത്വം പ്രാപിച്ച് അല്ലെങ്കിൽ അവന്റെ സ്വരൂപത്തോട് അനുരൂപരായിട്ട് തീരും. ഈ ലോകത്തിൽ അങ്ങനെ അവന്റെ സ്വരൂപത്തോട് അനുരൂപരായിട്ടോ അല്ലെങ്കിൽ അവന്റെ മഹത്വം പ്രാപിക്കുവാനായിട്ടോ നമുക്ക് കഴിയണമെങ്കിൽ ഈ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഉറച്ചു നിൽക്കണം, വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന വചനങ്ങളെ, പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. അതുപോലെ തന്നെ ആത്മാവിനാലുള്ള വിശുദ്ധീകരണത്തിന് വേണ്ടി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. സത്യത്തിന്റെ വിശ്വാസം നാം കൈക്കൊണ്ടതിൽ നാം നിലനിൽക്കണം. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം ആ സമയത്ത്, അതിനുവേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. നമ്മളുടെ വിശുദ്ധീകരണത്തിന്റെ പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവരെ സത്യത്തെ വിശ്വസിക്കുകയും കൈക്കൊള്ളുകയും അതിൽ നിലനിൽക്കുകയും പ്രമാണങ്ങളെ മുറുകെ പിടിക്കുകയും ആത്മാവിന്റെ വിശുദ്ധീകരണ പ്രക്രിയയ്ക്ക് നമ്മെ തന്നെ വ്യവസ്ഥകളില്ലാതെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ അന്തമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതങ്ങനെയാണ്. അതല്ലാതെ ഒരു നിലയിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ നിലവാരത്തിലേക്ക് നമുക്ക് ഈ ഭൂമിയിൽ നാം എത്തുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവം നമ്മെ കൈക്കൊള്ളുന്നത്.
നാം ആ വഴിയിൽ സഞ്ചരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരാള് രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ വീണ്ടുജന്മം പ്രാപിച്ചു, തൊട്ടടുത്ത ദിവസം അദ്ദേഹം എന്തെങ്കിലും ഒരു അപകടത്തിൽ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. കർത്താവായ യേശു ക്രിസ്തു ുള്ള വിശ്വാസത്താൽ അവന്റെ നീതീകരണവും രക്ഷയും ഒക്കെ അവന് സാധിച്ചു. പക്ഷെ അവന്റെ ജീവിതത്തിൽ ഒരു വിശദീകരണത്തിനുള്ളതായ അവസരം അവന് ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ദൈവം അവനെ കൈക്കൊള്ളാതിരിക്കുകയില്ല. ദൈവം മരണം അനുവദിക്കുമ്പോൾ അത് വിശുദ്ധീകരണത്തിന്റെ പൂർത്തീകരണമായിട്ട് ദൈവം അത് കണക്കിടുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണത് കണക്കിടുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ അത് യേശുക്രിസ്തുവിന്റെ നീതി നമുക്ക് കണക്കിടുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അത് നമ്മൾ നേടിയതായിട്ടുള്ളൊരു നീതിയല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ നീതിയാണ് നമുക്ക് കണക്കിടുന്നത്. അതുപോലെ നാം സത്യത്തിൽ ഉറച്ചു നിന്ന് സത്യത്തെ വിശ്വസിച്ച് കൈക്കൊണ്ട് ആത്മാവിന്റെ വിശുദ്ധീകരണ പ്രക്രിയയ്ക്ക് നാം നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് അവന്റെ വഴിയെ നാം നടക്കുമ്പോൾ നമ്മുടെ മരണത്തിങ്കൽ കർത്താവ് നമ്മെ വിശുദ്ധരായി, നിഷ്കളങ്കരായി, കുറ്റമില്ലാത്തവരായി അങ്ങ് പ്രഖ്യാപിക്കുകയും കർത്താവിന്റെ മഹത്വം പ്രാപിക്കാനായിട്ട് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ യോഗ്യരായി കണക്കാക്കുകയും ചെയ്യുന്നു. അത് നമ്മളുടെ ജീവിതത്തിൽ നാം നേടിയതായിട്ടുള്ള വിശുദ്ധീകരണത്തിന്റെ പൂർത്തീകരണമല്ല, മറിച്ച് വിശുദ്ധീകരണത്തിൽ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഏൽപ്പിച്ചു കൊടുത്തതായിട്ടുള്ള നമ്മുടെ പ്രവർത്തനത്തിന്, നമ്മുടെ ഏൽപ്പിച്ചു കൊടുക്കലിന് അല്ലെങ്കിൽ നമ്മുടെ സമർപ്പണത്തിന് ദൈവം നൽകുന്നതായിട്ടുള്ള പ്രഖ്യാപനമാണ് നമ്മുടെ മഹത്വം, കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം നാം പ്രാപിക്കുക എന്ന് പറയുന്നത്. ഞാനത് വീണ്ടും വീണ്ടും പറഞ്ഞതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള പഠിപ്പിക്കലുകളും തെറ്റിദ്ധാരണകളും ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. പാപമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നാം എത്തിച്ചേർന്നാൽ മാത്രമേ നിത്യതയിലേക്കുള്ള പ്രവേശനമുള്ളൂ എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അത് ശരിയല്ല. അങ്ങനെ ഒരാൾക്ക് ഈ ലോകത്ത് എത്തിച്ചേരുവാനായിട്ട് ഒരിക്കലും കഴിയുന്നതല്ല എന്ന് നമുക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ പോലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട്, അതായത് 100% കർത്താവിനെ പോലെ ചിന്തയിലും നല്ല കാര്യങ്ങളിലും പാപം ചെയ്യാതിരിക്കുന്നതിലും നന്മ ചെയ്യുന്നതിലും ഒന്നും അങ്ങനെ പൂർണ്ണമായും പൂർണ്ണതയിലേക്ക് എത്തുന്നതായിട്ടുള്ള ഒരാളുകളും യഥാർത്ഥത്തിൽ ലോകത്തിലില്ല. അതതിന്റെ ഒരു വശം. എന്നാൽ അതിന്റെ മറുവശം എന്ന് പറയുന്നത്, ആളുകൾ പഠിപ്പിക്കുന്നത് നമ്മള് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയും ജീവിക്കാം, എങ്ങനെ ജീവിച്ചാലും അതിന് പ്രശ്നമൊന്നുമില്ല, നമ്മുടെ രക്ഷയ്ക്ക് ഒരു പ്രശ്നവും വരികയില്ല എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള മറ്റൊരവസ്ഥയും നമുക്ക് സമൂഹത്തിൽ കാണുവാനായിട്ട് കഴിയും. ഇത് രണ്ടും പിടിക്കുന്നതായിട്ടുള്ള ധാരാളം ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട്. അതുകൊണ്ട് ഇത് സംബന്ധിക്കുന്നതായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഉപദേശം ഇന്ന് വളരെ അപൂർവമായിട്ട് മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ധാരണയോടുകൂടി നാം ജീവിക്കുന്നത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെ ജീവിക്കുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള യാഥാർത്ഥ്യം, ഒരു പാപരഹിത അവസ്ഥയിലേക്ക് ഈ ജഡത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നാം എത്തുന്നില്ല. പാപരഹിത അവസ്ഥയിലേക്ക് എത്തുന്നതിന്റെ പ്രതിഫലമായിട്ടല്ല ദൈവം നമുക്ക് നിശ്ചയത നൽകുന്നത്. എന്നാൽ നാം കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനോട് കൂടിയുള്ള ഒരു യാത്ര ആരംഭിച്ച് ആ യാത്രയിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ വിശ്വസ്തയോടെ ആ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊണ്ട് അതിൽ നാം നിലനിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലൊരു വിശുദ്ധീകരണ പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ മരണത്തിങ്കൽ നാം ജീവിച്ച ദൈവത്തോട് കാണിച്ച വിശ്വസ്തയ്ക്കും പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടന്നതിന് പ്രതിഫലമായി നമ്മെ കർത്താവ് വിശുദ്ധരായി, നിഷ്കളങ്കരായി, കുറ്റമില്ലാത്തവരായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. നാം തീരുകയല്ല ചെയ്യുന്നത്, നമ്മെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്കുള്ള പങ്ക് എന്ന് പറയുന്നത്, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളണം, പിന്നീട് ഉറച്ചു നിൽക്കണം, വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു എന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. എല്ലാവർക്കും അത് വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും അതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചിന്തിക്കുകയും പഠിക്കുകയും അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. 14-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലും നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ മനുഷ്യന്റെ ഉത്തരവാദിത്വവും ദൈവം ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ഇത് രണ്ടും നമ്മൾ ഈ വായിച്ച എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയും അത് തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. 17-ാമത്തെ വാക്യത്തിൽ ദൈവം നമ്മെ സ്ഥിരപ്പെടുത്തുമാറാകട്ടെ എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ 15-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവേ. അപ്പോൾ പ്രമാണങ്ങളെ നാം മുറുകെ പിടിക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതായിട്ടുള്ള വിശുദ്ധീകരണ പ്രക്രിയയിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും അതുമാത്രവുമല്ല നമ്മളുടെ പ്രവൃത്തിയിലും വാക്കിലും നമ്മെ സ്ഥിരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയുന്നത്, കർത്താവിന് കഴിയുന്നത് അതിലൂടെയാണ്. അപ്പോൾ നാം നമ്മുടേതായ ഒരു പങ്ക് വഹിക്കുവാനായിട്ടുണ്ട് ഈ വിശ്വാസ ജീവിത യാത്രയിൽ. അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് നമുക്കറിയാമല്ലോ. ഞാൻ നല്ല പോർ പൊരുതു, ഒട്ടം തികച്ച് വിശ്വാസം കാത്തു. അത് പൗലോസ് അപ്പോസ്തലൻ ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ അതിന് പൗലോസ് അപ്പോസ്തലനെ പ്രാപ്തനാക്കിയത് എന്താണ് എന്ന് ചോദിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ വ്യാപരിക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. താൻ തന്നെ നേടിയെന്നല്ല. ഞാൻ ഏറെ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല, എന്നോട് കൂടെ ഉണ്ടായിരുന്ന ദൈവകൃപയത്രേ. അപ്പോൾ നമ്മളോട് കൂടെ വസിക്കുന്നതായിട്ടുള്ള ദൈവകൃപ തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ബലപ്പെടുത്തുന്നതിലൂടെയാണ് നമുക്ക് ക്രിസ്തീയ ജീവിതം സാധ്യമാകുന്നത്. എന്നാൽ അതിന് വേണ്ടുന്നതായിട്ടുള്ള സമർപ്പണവും സ്ഥിരതയും നമ്മുടെ ജീവിതത്തിൽ അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വവും കൂടിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പിതാവായ ദൈവവും കർത്താവായ യേശു ക്രിസ്തുവും നമുക്ക് നൽകുന്നതായിട്ടുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ച് 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മെ സ്നേഹിച്ച നിത്യ ആശ്വാസം. നമുക്ക് പലപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസത്താൽ നാം ആഗ്രഹിക്കുന്നത് നമ്മളുടെ ജീവിതത്തിലെ താൽക്കാലികമായിട്ടുള്ള ആശ്വാസത്തെ കുറിച്ചാണ്. എല്ലാവർക്കും താൽക്കാലികമായിട്ടുള്ള ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതത്തിലെ ആശ്വാസമാണ് ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ അവര് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ പലപ്പോഴും അതിനു വേണ്ടിയിട്ടാണ് ദൈവസന്നിധിയിലേക്ക് അവർ വരുന്നത് എന്ന് പോലും നമുക്ക് ഭയപ്പെടുവാനായിട്ട് ആവശ്യമുണ്ട്. എന്നാൽ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്നത് നിത്യമായിട്ടുള്ള ആശ്വാസമാണ്. നിത്യ ശിക്ഷാവിധി എന്ന് നമ്മൾ ഇതിനു മുമ്പ് വായിച്ചു. 11-ാമത്തെ വാക്യത്തിൽ ഏവർക്കും ന്യായവിധി വരേണ്ടതിന്, ഈ ന്യായവിധി വന്ന് നിത്യമായിട്ടുള്ള ഒരു ശിക്ഷയിലേക്ക് നാം പോകുമ്പോൾ അവിടെ നമുക്ക് ആശ്വാസമല്ല, മറിച്ച് ഏറെ കഷ്ടങ്ങളും ദുരിതങ്ങളുമാണ് എന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ ദൈവം നമ്മെ രക്ഷിച്ചതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് നിത്യ ആശ്വാസം, നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് താൽക്കാലികമായിട്ടുള്ള ആശ്വാസം ദൈവം നൽകുമെന്നുള്ള ഉറപ്പാണ്. എന്നാൽ ആത്യന്തികമായിട്ടുള്ള ദൈവിക പരിപാടി എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നമ്മെ എങ്ങനെയെങ്കിലും ആശ്വസിപ്പിച്ച് നമ്മളെ ഇവിടെ നടത്തുക എന്നുള്ളതല്ല, നിത്യമായിട്ടുള്ള ആശ്വാസം. ഈ നിത്യ ആശ്വാസത്തിൽ ഈ ലോകത്തിലുള്ള ആശ്വാസവും ഉൾപ്പെടുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നല്ല പ്രത്യാശ. എന്താണ് നമ്മുടെ പ്രത്യാശ? നമ്മുടെ പ്രത്യാശ ദൈവം മനുഷ്യന്റെ സൃഷ്ടിയിൽ മനുഷ്യനെ സംബന്ധിച്ച് ആഗ്രഹിച്ചതായിട്ടുള്ള കാര്യം മനുഷ്യരോടുള്ള കൂടെയുള്ള ദൈവത്തിന്റെ വാസമാണ്. അപ്പോൾ നമ്മളുടെ പ്രത്യാശ എന്ന് പറയുന്നത് നാം കർത്താവായ യേശുക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട്, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിച്ച് നാം കർത്താവിനോട് കൂടെ നിത്യതയിൽ കർത്താവിനോട് കൂടെ വസിക്കും എന്നുള്ളതായ പ്രത്യാശയാണ് നമുക്ക് ഉള്ളത്. അത് കൃപയാലെ നൽകിയിരിക്കുന്ന ദൈവം ഇത് രണ്ടും നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള കർത്താവായ യേശുക്രിസ്തുവും പിതാവായിട്ടുള്ള ദൈവവും നമ്മളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും നമ്മെ സ്ഥിരപ്പെടുത്തുമാറാകട്ടെ എന്നാണ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറുവാനായിട്ട് കഴിയുകയില്ല. നാം നമ്മുടെ ഉത്തരവാദിത്വം ചെയ്യുമ്പോൾ ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിച്ച് നമ്മെ ആ വഴിയിലേക്ക് കൊണ്ടുപോകും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം പഠിച്ചപ്പോൾ നാം പഠിക്കുകയുണ്ടായി, അവന്റെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടുന്നു. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. കർത്താവിനെ നാം ഒരു കണ്ണാടിയിൽ എന്ന പോലെ പ്രതിബിംബിക്കുന്നവരായി നമ്മളുടെ
ജീവിതം കണ്ടാൽ കർത്താവിനെ പ്രതിബിംബിക്കുന്നവരായ ഒരു ജീവിതമായി അനുദിനം നാം രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഞാൻ കർത്താവിനെ എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ കർത്താവ് എങ്ങനെയാണ് ഈ ലോകത്തിൽ മനുഷ്യനായി വന്നപ്പോൾ ജീവിച്ചത്? മറ്റുള്ളവരെ സ്നേഹിക്കുകയും സേവിക്കുകയും അതുപോലെ തന്നെ ആശ്വാസം ആവശ്യമുള്ളവർക്ക് ആശ്വാസം, ആളുകൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളും ആവശ്യങ്ങളും ഉണ്ടായിരുന്നോ എല്ലാവർക്കും കർത്താവിന്റെ അടുക്കൽ വരുവാനും ആശ്വാസം പ്രാപിക്കുവാനുമായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് എങ്ങനെയാണോ മനുഷ്യനോട് ഇടപെട്ടത്, പ്രത്യേകിച്ച് കർത്താവ് എല്ലാവരും തള്ളിക്കളഞ്ഞതായിട്ടുള്ള ആളുകളോടുള്ള കർത്താവിന്റെ മനോഭാവം എങ്ങനെയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, വളരെ വീണ്ടും വീണ്ടും അനേക ദൈവവചന ഭാഗത്ത് നാം കാണുന്നതായിട്ടുള്ളൊരു കാര്യം, ദൈവം അനാഥരുടെയും വിധവമാരുടെയും ദരിദ്രരുടെയും ദൈവം എന്നുള്ളതായ ഒരു കാര്യമാണ്. ദൈവം എല്ലാവരും തള്ളിക്കളഞ്ഞതായിട്ടുള്ള ആളുകളെ കർത്താവിന് ഒരു പ്രത്യേകമായ സ്നേഹവും താല്പര്യവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സമൂഹത്തിൽ എല്ലാവരും മാനിക്കാത്തതായിട്ടുള്ള ആളുകളെ കർത്താവ് മാനിക്കുന്നു. അപ്പൊ നമ്മുടെയും ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആരും പരിഗണിക്കാത്ത, എല്ലാവരും തള്ളിക്കളയുന്ന ആളുകളെ പ്രത്യേകമായി കരുതുവാനും ദൈവസ്നേഹത്തെ നമ്മളുടെ അവരോടുള്ള സമീപനത്തിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കുവാനും ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ടാണ് യാക്കോബ് ലേഖനം എഴുതുമ്പോൾ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതെന്നൊക്കെ യഥാർത്ഥ ഭക്തിയെക്കുറിച്ചുള്ളതായ വാക്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മെ ദൈവം രക്ഷയ്ക്കായി വിളിച്ചത് ഒരു ചെറിയ പരിപാടി അല്ല ദൈവം നമ്മിൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു നിത്യമായ ഒരു പരിപാടി, ഒരു വലിയ പരിപാടി, കർത്താവിന്റെ ആ മഹത്വം പ്രാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ സഹകരണം ആവശ്യമാണ്. നമ്മുടെ വചന പഠനവും ഒക്കെ അതിലേക്ക് നമ്മെ നയിക്കേണ്ടത് ആവശ്യമാണ്. അതിലേക്ക് അങ്ങനെ കർത്താവിനെ ഒരു കണ്ണാടിയിൽ എന്ന പോലെ പ്രതിബിംബിക്കുന്നവരായിട്ട് നാം തീരുന്നില്ല എങ്കിൽ, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടുന്നില്ല എങ്കിൽ നമ്മളിൽ ഒരു ദൈവിക പ്രവൃത്തി നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് നാം ഭയത്തോടെ ഓർക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം. അത് രക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വായിച്ചപ്പോഴും റോമാലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിച്ചപ്പോഴും നാം കണ്ടതായിട്ടുള്ളൊരു കാര്യം, രണ്ട് ഘട്ടങ്ങൾ അതിനുണ്ട്. ഒന്ന് സത്യത്തിന്റെ വിശ്വാസം, രണ്ട് ആത്മാവിന്റെ വിശുദ്ധീകരണം, ആത്മാവിനാലുള്ള വിശുദ്ധീകരണം. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.